സോ എല്ലാവർക്കും അനന്ത സ്പെഷ്യൽ വ്ളോഗ് 2.0 സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓൾറെഡി ഒരു അനന്ത സ്പെഷ്യൽ വ്ളോഗ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വേറെ അനന്ത സ്പെഷ്യൽ വ്ളോഗ് എന്ന്. ആ ചാനലിൽ പോയെന്നല്ല, എൻ്റെ അമ്മേൻ്റെ മൊബൈൽ, ഞാൻ അത് വിവോയിലാണ്, അമ്മേൻ്റെ പഴയ മൊബൈലായി വിവോയിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അത് പോച്ച് മീൻസ് അന്ന് ഓണൊന്നും ആവണില്ല. സോ ഞാൻ വിചാരിച്ച് ഇനി അത് ഓണാക്കി നന്നാക്കി പൈസ കളയണ്ട, ഞാൻ വേറെ ഒന്ന് തുടങ്ങാൻ വിചാരിച്ചു. 53 സബ്സ്ക്രൈബർ എന്തായാലും പോയി. സോ അതിൽ കിട്ടിയ സപ്പോർട്ട് ഇതിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പം നിങ്ങൾ നമ്മളെ പ്രാവളം നോക്കുമ്പോൾ കുറേ പ്രാവളെ കാണാനില്ലല്ലോ, എന്ത് പറ്റും നിങ്ങൾ വിചാരിക്കും കാണുമെന്ന്. പക്ഷെ ഒന്നുമില്ല, എല്ലാം പോയി. പറഞ്ഞുതരാം. നമ്മുടെ ജാനുവരി, അതായത് ഈ വർഷം 2025 ജാനുവരി ആയപ്പോൾ നമ്മുടെ പ്രാവിൽ രണ്ടെണ്ണത്തിൻ്റെയും കുഞ്ഞിന് ഒരു ഭയങ്കരമായിട്ട് കിടന്ന് കറങ്ങിയ ഒരു വയ്യാതെ പോലെയൊക്കെ ഇരുന്നു. ഞാൻ വിചാരിച്ച് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എന്തെങ്കിലും ആയിരിക്കും മാറിക്കണമെന്ന് വിചാരിച്ച്. പിറ്റേ ദിവസമായപ്പോൾ ഒട്ടും നടക്കാതെ വയ്യാതെ കിടക്കുന്നു. അപ്പോൾ എനിക്ക് എന്തിനോ പന്തികേട് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നേരെ ജോലിയേട്ടനെ വിളിച്ചാൽ, കാരണം ഞാൻ ഇവിടെയുള്ള മിക്ക പ്രാബ്ലം വാങ്ങിച്ചത് അവിടെ നിന്നാണ്. ജോലിയേട്ടനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ജോലിയേട്ടൻ പറഞ്ഞു അത് തലചുറ്റെന്ന് പറഞ്ഞ അസുഖമാണ്, അതിനെ നേരത്തെ പിടിച്ച് മാറ്റിയിടണമായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവസാനം അതിന് അസുഖം വന്ന് പിറ്റേ ദിവസമപ്പോൾ ചത്ത്. അതേ ദിവസം തന്നെ വൈകുന്നേരം ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവൻ്റെ ഫീമെയിലിന് തലചുറ്റ അസുഖം വന്ന് അതും പോയി. സോ ഇപ്പോൾ ഇവരൊക്കെ ഉള്ളൂ. അവൻ പിന്നെ ഈ രണ്ട് ഇതും അതും പിന്നെ ഇവർ, പിന്നെ പുതിയ പ്രാവ്, പിന്നെ നമ്മുടെ കൂട്ടുകാരൻ കണ്ണൻ്റെ പ്രാവ്. സോ ഇപ്പോൾ നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. തലയുറ്റ അസുഖം വന്ന് വേറൊരു ഫാൻറ്റി കൊണ്ടുവരുന്നു, അതും പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പഴയ ഒരു നാടൻ പറവയും പിന്നെ അതിന് ഫീമെയിൽ ഉണ്ടായിരുന്നു, അതിനെ പൂച്ച പിടിച്ചു കൊന്ന് അതിൻ്റെ ഫീമെയിൽ അസുഖം വന്ന് മരിച്ച്. സോ ഇപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ആ ചാനലിൽ കിട്ടിയ അതേ സപ്പോർട്ട് ഇതിലും കിട്ടും നമ്മൾ വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ.